വെടിവെച്ച് ജീവനൊടുക്കിയ മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ ക്യാമ്പിലെ ശുചിമുറിയിലാണ് വിനീതിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CV അനുമോദ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഇപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തത? എന്താണ്? ആരുടെയെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് വല്ല കിട്ടിയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും കാരണങ്ങൾ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അല്പസമയം മുമ്പ് കൽപ്പറ്റ MLA T സിദ്ദിഖ് ഇക്കാര്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് പോലീസിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളുടെ ഇരയാണ് വിനീതിൻ്റേത് ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. അത് കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥർ, മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന കൊടും പീഡനങ്ങളുടെ ഇരയായിട്ട് വേണം വിനീതിനെ കാണുവാൻ. വിനീത് ഈ ക്യാമ്പിലും പരിശീലനത്തിൻ്റെ ഇടയിലും വലിയ മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് പോലും അദ്ദേഹത്തിന് ഭാര്യയെ കാണാനുള്ള ലീവ് അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം റിഫ്രഷ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചില പരിശീലനങ്ങളിൽ അദ്ദേഹത്തിന് ചില പിഴവുകൾ സംഭവിച്ചിരുന്നു. അദ്ദേഹം ട്രാക്ക് തെറ്റി ഓടിയത് അവിടെ ഈ പരിശീലനത്തിൽ വലിയ പിഴവായി കണക്കാക്കി അദ്ദേഹത്തിന് മെമ്മോ നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. നമ്മളിപ്പോൾ T സിദ്ദിഖ് MLA അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് കൊടും പീഡനത്തിന് ഇരയായാണ് കമാൻഡോ വിനീത് ആത്മഹത്യയ്ക്ക് തുനിഞ്ഞതെന്ന് സിദ്ദിഖ് പറഞ്ഞു. ആത്മഹത്യയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട്. മനുഷ്യത്വത്തിന് ഹിതമായാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അവധി അനുവദിച്ചിരുന്നില്ല എന്നും MLA ആരോപിച്ചു. അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. അനുമോദ്, തുടരാം. ഇത് വളരെ ഗൗരവതരമായ ആരോപണമാണ് MLA ഭാഗത്ത് നിന്ന്. നേരത്തെയും ഈ വിഷയങ്ങൾ പൊതുപ്രവർത്തകർക്കൊക്കെ അറിയാമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ക്യാമ്പിൽ വെച്ച് ഈ റിഫ്രഷ്മെന്റ് കോഴ്സിനിടയിൽ പോലും ഇയാൾക്ക് കടുത്ത മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് MLA T സിദ്ദിഖ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിട്ട് പോലും അദ്ദേഹത്തിന് കാണാനുള്ള അവധി ലഭിച്ചിരുന്നില്ല. അത് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ഈ ഓടുന്നതിന്റെ ഒരു ട്രാക്ക് തെറ്റിച്ചതാണ് ഇയാൾക്കെതിരെ മെമ്മോ നൽകുന്നതിന്റെ, അതായത് കോഴ്സ് പരാജയപ്പെട്ടതിന്റെ ഒരു കാരണമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായിട്ട് ചില മാറ്റങ്ങൾ, മാനുഷികമായ പരിഗണനകൾ കൊടുത്തുകൊണ്ട് ഇത്തരം പരിശീലനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വലിയ മാനസിക സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 25 വയസ്സ് പ്രായമുള്ള ഒരാളും 36 വയസ്സ് പ്രായമുള്ള ആൾക്കും ഒരേ ശാരീരഘടനയായിരിക്കില്ല. അവരുടെ മാനുഷികമായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ച്, ശാരീരികമായിട്ടുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ടത്. അത്തരത്തിലൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ഗുരുതരമായൊരു ആരോപണമാണ് MLA T സിദ്ദിഖ് ഉന്നയിച്ചത്. അതൊരു വ്യക്തിക്കെതിരെയല്ല, ഒരു സിസ്റ്റത്തിനെതിരെയാണ്. പ്രത്യേകിച്ച് അതിനുശേഷം അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശത്തിൻ്റെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആ സുഹൃത്തിനയച്ച ആ സന്ദേശത്തിൽ വിനീത് പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അനുമോദ്, ഈ മെസ്സേജ് മയ്യൻ രാഹുലിനെ കാണിക്കണം, AC അജിത് സാറിനെയും സമയം ഒന്ന് കൂട്ടണം, എൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു, കൂടെ പണിയെടുത്ത് കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള ആളുകളെ ഒന്ന് മാറ്റാനും പറയണം, ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെ ഏറ്റെടുക്കണേ, പറഞ്ഞ് ശരിയാക്കാൻ പറഞ്ഞു കൊടുക്കണം, ഗുഡ് ബൈ എന്നാണ് സുഹൃത്തായ അപ്പു എന്നാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന സുഹൃത്തിന് അയച്ചിരിക്കുന്ന മെസ്സേജ്. അതിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വൈകാരികമായ ഒരു മെസ്സേജാണിത്. ആത്മഹത്യാക്കുറിപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനു മുമ്പുള്ള മെസ്സേജായി തന്നെ ഇതിനെ കാണാം. നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഈ സുഹൃത്തിനോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്?
അതെ, അത് തന്നെയാണ്. അതായത് ഈ ഒരു സിസ്റ്റം അദ്ദേഹത്തിന് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തി. അതായത് ഇതിനു മുൻപ് അതിനുശേഷം ഒരു അദ്ദേഹത്തിന് ലഭിച്ച മെമ്മോയ്ക്ക് നൽകിയ മറുപടി കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ മറുപടി ഒരു 3 പേജ് അടങ്ങുന്ന ഒരു കയ്യെഴുത്ത് മറുപടിയാണ്. ഒരു നോട്ട് ബുക്കിൻ്റെ പേജിലാണ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ 3 പേജിൽ മറുപടിയിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഇത്ര വർഷമായിട്ട് താൻ ഈ സേനയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആളാണ്. ഇതുവരേക്കും എവിടെയും ഒരു മോശം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തൻ്റെ ഭാഗത്ത് പിഴവുണ്ടായതായിട്ടും ഇത്രകാലമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓട്ടത്തിൽ പരാജയപ്പെട്ടത് എന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അപ്പോൾ അതിനു പുറമെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു, വീട്ടിലെ ഗർഭിണിയായ ഭാര്യയെ കാണാൻ കഴിയാത്തതിൻ്റെ മാനസിക സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓട്ടത്തിൽ, അതായത് ഈ കൃത്യസമയത്ത് ഓടിയെത്താൻ കഴിയുമോ ഇല്ലയോ എന്ന ഭയത്താൽ അദ്ദേഹത്തിന് ട്രാക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടെസ്റ്റിൽ തോറ്റാലുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് ആലോചിച്ച് പെട്ടെന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ട്രാക്കിൽ നിന്നും വ്യതിചലിച്ച് ഓടുകയായിരുന്നു എന്നാണ് അദ്ദേഹം ആ 3 പേജിൽ അടങ്ങുന്ന വിശദീകരണത്തിൽ, മെമ്മോയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. അതായത് തനിക്ക് ഈ ഒരു പിഴവ് സംഭവിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയം, ആശങ്ക അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണം ഒരുക്കി. ആ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ട്രാക്കിൽ നിന്ന് വ്യതിചലിച്ച് ഓടുകയുണ്ടായത്. ഇത് ഒരു വലിയ തെറ്റായി അദ്ദേഹം എടുക്കരുത്. അത്തരത്തിലൊരു പിഴവുണ്ടായതിൽ ക്ഷമിക്കണം. അത് ഈ ഒരു സംഭവിച്ച പിഴവിന് മാപ്പ് നൽകണം എന്നൊക്കെ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശദമായ മെമ്മോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. കടുത്ത മാനസിക സമ്മർദ്ദം ഇദ്ദേഹം ഈ സേനയിൽ നേരിട്ടിരുന്നു.